السلام عليكم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قد أفلح من زكاها وقد خاب من دساها. സുഹൃത്തുക്കളെ, നമ്മയെല്ലാം ഒരുപോലെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഇവിടെ ജനിച്ചു വന്ന സകല മനുഷ്യരെയും അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, ഇന്ന് നിലവിലുള്ള കോടിക്കണക്കിനുള്ള ആളുകളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം, ഇനി ഖിയാമത്ത് വരേക്കും ഈ ഭൂമിയിൽ വരാൻ പോകുന്ന എല്ലാ മനുഷ്യരെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. നിങ്ങൾക്കെല്ലാം അറിയാം, നാം എല്ലാം മരിച്ചു പോകും. നമുക്ക് മുമ്പ് ഇവിടെ വന്നവർ എല്ലാം മരിച്ചു പോയിരിക്കുന്നു. നാം ഇന്നോ നാളെയോ അടുത്ത ഭാവിയിലോ മരിക്കാനിരിക്കുകയാണ്. ഇനി വരുന്ന ആളുകളും ഈ ഭൂമിയിൽ വരുന്നവരൊക്കെ മരിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇവിടെ ഈ കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത്? നമുക്ക് ഗുണകരമായി ബാധിക്കുമോ അതല്ല ദോഷകരമായി സംഭവിക്കുമോ? ഇതിനെക്കുറിച്ച് വളരെയൊന്നും ചിന്തിക്കാൻ ഒരുപക്ഷെ നമ്മൾ മെനക്കെട്ടിട്ടുണ്ടായിരിക്കില്ല. എന്നല്ല, ഇത് സംബന്ധിച്ച് നമ്മുടെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശദീകരിച്ച് തന്ന ആ കാര്യങ്ങളൊക്കെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മിക്ക ആളുകളെ സംബന്ധിച്ചും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അതുകൊണ്ട് ഇത് സംബന്ധിച്ച അല്പം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ പോകുന്നത്. നമുക്കൊരു ശരീരമുണ്ട്, ഒരാത്മാവുമുണ്ട്. ശരീരവും ആത്മാവും കൂടിയതാണ് മനുഷ്യരെന്ന് പറയുന്ന നമ്മളൊക്കെ. ശരീരം എന്തെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് പറ്റുന്ന വൈകല്യങ്ങളും ഗുണങ്ങളും ഇതൊക്കെ മനസ്സിലാക്കാനും കണ്ടറിയാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനെ വേണ്ട വിധം സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. രോഗമാകുമ്പോൾ
ചികിത്സിക്കാനും മറ്റു പലതും സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കാനും തീർച്ചയായും അപ്പോൾ തന്നെ നാം നടപടിയെടുക്കാറുണ്ട്. ദൃശ്യമായ ഈ ശരീരത്തെ വേണ്ട വിധം പരിപാലിച്ചു പോരുന്നു എന്നർത്ഥം. എന്നാൽ മറഞ്ഞു കിടക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച്, അതിന് പറ്റുന്ന രോഗങ്ങളെ സംബന്ധിച്ച്, അതിന് പറ്റുന്ന വൈകല്യങ്ങളെ സംബന്ധിച്ച് ദൃശ്യമായി പരസ്യമായി നമുക്ക് കാണാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അതിനപ്പോൾ ആവശ്യമായ പരിഹാരങ്ങൾ നാം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് സമ്മതിക്കാൻ നാം നിർബന്ധിതരാണ്. അതെന്തുകൊണ്ട് എന്നതല്ല പ്രശ്നം. എന്താണ് അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതിന് പരിഹാരം, എങ്ങനെ പരിഹരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, അത് ചെയ്യാനും സാധ്യമാകും. അതുകൊണ്ട് ശരീരം സംബന്ധിച്ച വശം ഞാൻ ഇപ്പോൾ സ്പർശിക്കുന്നില്ല. ആത്മാവിനെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ആദ്യമായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നഫ്സ്, റൂഹ്, ആത്മാവ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ വസ്തു നമ്മുടെ ഏത് പ്രവർത്തനവും ആ വസ്തുവുമായി ഏതോ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം തന്നെ വേണ്ട വിധം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റേതായ പ്രതിഫലനം നമ്മുടെ ആത്മാവിൽ പ്രതിബിംബിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, നാം ഒരു നല്ല കാര്യം ചെയ്താൽ, നാം കുറച്ച് കാശ് സദക്ക ചെയ്താൽ നമ്മുടെ ആത്മാവിനെ ആ സദക്ക ബാധിക്കുന്നു. അതിൻ്റെ ആത്മാവിനെ ഒന്ന് തെളിയിക്കാൻ അത് സഹായകമാകുന്നു. ആത്മാവിൽ വല്ല കറയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനും അത് സഹായകമാകുന്നു. ഇങ്ങനെ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മാവിനെ നന്നാക്കി തീർക്കാൻ സഹായകമാകുന്നു എന്നതാണ് കാര്യം. ഇത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കണം. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ, റൂഹിനെ, നഫ്സിനെ നന്നാക്കി തീർക്കുന്നു, ശുദ്ധി ചെയ്യുന്നു, വളരെ എല്ലാ അഴുക്കുകളും നീക്കി പാവനമാക്കി തീർക്കുന്നു. അതേ അവസരത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ആത്മാവിനെ കറപ്പിക്കുന്നു, വഷളാക്കുന്നു, മലിനമാക്കുന്നു, ദുഷിപ്പിക്കുന്നു. ഇതുമൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കള്ളു കുടിച്ചു, ഒരു കറുത്ത വലിയ പുള്ളി അതോടുകൂടി എൻ്റെ ആത്മാവിൽ വന്നു ചേരുന്നു. ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞു, പുള്ളി ഒന്നുകൂടി വീഴുന്നു. ഞാൻ നമസ്കരിച്ചില്ല, വലിയൊരു പുള്ളി അതിൽ വന്നു ചേരുന്നു. ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങൾ നമ്മുടെ ഈ ആത്മാവിനെ ക്രമേണ കറുപ്പിച്ച് ചളിയിൽ പൂത്തുന്നു, ദുർഗന്ധം വമിപ്പിക്കുന്നു. അതിൻ്റെ വാസനയും അതിൻ്റെ സ്വഭാവവും എല്ലാം വികൃതമാക്കി തീർക്കുന്നു. അതിനെ കാണാൻ പറ്റാത്ത വഷളായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഖുർആൻ വ്യക്തമായ സൂചന നൽകിയതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സഹ. ഇതിനെ പരിശുദ്ധമാക്കി, ഈ ആത്മാവിനെ പരിശുദ്ധമാക്കി വെക്കുന്നവൻ തീർച്ചയായും വിജയിച്ചു. ഇതിനെ ചളിയിൽ പൂഴ്ത്തുന്നവൻ തീർച്ചയായും പരാജയപ്പെട്ടു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതേതോ ആളുകളെ സംബന്ധിച്ച് പഠിച്ച തമ്പുരാൻ പണ്ടതോ പറഞ്ഞ ഒരു കാര്യമല്ല. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച്, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ സംബന്ധിച്ച്, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൽ ഞാനും നിങ്ങളും അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിവരിച്ചതാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ചളിയിലാഴ്ത്തുന്നു, വഷളാക്കി തീർക്കുന്നു, അതിനെ വികൃതമാക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിനെ ശുദ്ധി ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, പൂർണ്ണമായും പാവനമാക്കി തീർക്കുന്നു. സൽക്കർമ്മങ്ങൾ മാത്രമാണെങ്കിൽ പരിപാവനമായ ഒരു ആത്മാവിനെയാണ് നാം വളർത്തിയെടുക്കുന്നത്. ദുഷ്കർമ്മങ്ങളാണ് കൂടുതലായി